ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയ്ക്ക് തന്നെ പോകുന്നത്, പക്ഷെ ഒന്നും തീരുമാനിച്ചില്ല. ഏത് സിനിമയ്ക്കാണെന്നോ എങ്ങോട്ടാണെന്നോ ഒന്നും തീരുമാനിച്ചില്ല. ഞാനിപ്പം നിൽക്കുന്നത് തിരുമലയാണ്. വോയിസ് ഒത്തിരി പ്രശ്നമായല്ലേ. സംഭവം എന്തെന്ന് വെച്ചാൽ എൻ്റെ മൈക്കിൻ്റെ റിസീവർ കളഞ്ഞുപോയി. 2 മൈക്കുണ്ട്, പക്ഷേ 2 മൈക്കിൽ ഒരു മൈക്ക് പോയാലും കുഴപ്പമില്ലായിരുന്നു. സംഭവം റിസീവർ കളഞ്ഞുപോയി. ഇത് എത്രമാത്രം ക്വാളിറ്റി കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വോയിസ് ക്വാളിറ്റി. ഇതിപ്പോൾ ഞാൻ ഇവിടെ കടന്ന് നോക്കിയാണ്. സംഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് ചെയ്തിട്ട് ബാഗിനകത്ത് ഇട്ടിരുന്നു, പക്ഷേ ഇപ്പം അത് കാണുന്നില്ല. നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഹോൾ കിടക്കുന്നു ബാഗിൽ. ചിലപ്പോൾ അതുവഴി പോയെന്ന് തോന്നുന്നു. മൈക്ക് പോയെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു, കാരണം 2 മൈക്കുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ റിസീവർ പോയാൽ ആ 2 മൈക്കും ഉപയോഗിക്കാൻ പറ്റാതിരിക്കും. അതാണ് ഞാൻ ഇവിടെ കിടന്ന് നോക്കണം. എന്തായാലും പോയി ഗൈസ്. അപ്പം ഉടനെ ഒരു മൈക്ക് വാങ്ങാം. ഇനി അടുത്ത മൈക്ക് വാങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് വാങ്ങാനാണ് പ്ലാൻ. എന്തായാലും എൻ്റെ ഇരുന്ന മൈക്കിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിലുണ്ട്, അതൊന്ന് കാണണേ ഗൈസ്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കൊക്കെ ചെയ്യണേ. മാത്രമല്ല എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനെ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇന്ന് കാണിക്കില്ല, കാരണം അവൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അവൻ്റെ ചാനലിൽ എൻ്റെ ചാനലിൽ അവനെ കാണിക്കലെന്ന്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അല്ലാതെ ഫ്രണ്ട്സായിട്ട് നിൽക്കുമ്പോൾ കാണിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നോക്കാം. ഞാൻ കുറച്ച് കൂടുതൽ വോയിസിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു, എങ്കിലേ ഇത് സംഭവം കേൾക്കാൻ പറ്റൂ. എത്രത്തോളം പോകും ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ, കാരണം വണ്ടീൻ്റെ താക്കോലൊന്നും ബാഗിലിട്ടിരിക്കാത്തത്. സംഭവം താക്കോല് പോയിരുന്നെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് എൻ്റെ പ്ലാൻ കംപ്ലീറ്റ് മാറിയേന. അപ്പോൾ എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് വന്നിട്ട് നമ്മൾ ഇനി പ്ലാൻ ചെയ്യണം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നോക്കാം ഗൈസ്. ഏത് സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പിക്ക് പോകാമെന്ന് അവൻ പറയണം. പക്ഷേ പള്ളിച്ചട്ടമ്പി ഞാൻ ഒരു വട്ടം കണ്ടതാണ്. എന്തായാലും 1 വാച്ച് മൂവിയാണ്, ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഏത് കുഞ്ചാ ഗോപൻ്റെ ഇല്ലേ ഗൈസ്, പെട്ടി ഗൈസ്. എന്തായാലും കുഞ്ചാ ഗോപൻ്റെ മൂവിയും ഇന്നില്ലല്ലേ, ഇന്നത്തെ ഷോ ഇല്ലല്ലേ, ഇന്നത്തെ ഷോ ഇല്ല. അപ്പം 11 മണിക്കാ ഏട് കുഴപ്പമില്ല, നോക്കാം, നമുക്ക് പിന്നെ നോക്കാം. വണ്ടി വന്നു കേട്ടാ. ആ ഗൈസ്, ഒരു വണ്ടി വന്നിരുന്നു, അതിന് പറഞ്ഞിട്ടാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ പള്ളിച്ചട്ടമ്പി തന്നെ പോവാമെന്ന് വിചാരിച്ച്. കാരണം നമ്മുടെ കുഞ്ചാ ഗോപൻ്റെ പടം ഇതില്ല, ടിക്കറ്റ് ഇന്നത്തേക്ക് ഇല്ല. അപ്പോൾ എന്തായാലും പള്ളിച്ചട്ടമ്പി തന്നെ പോവാം. ഞാൻ ഗൈസ് അങ്ങനെ ശംഖുമുഖത്ത് വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ലൂഡോ കളിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും മൊബൈലിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന മൊബൈലിലാണ് കളിക്കുന്നത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് ലൂഡോ കളിച്ചിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനാണ്. 11:15 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് 11:15 ഷോ ഉള്ളത്. അപ്പോൾ ലൂഡോ കളിച്ചിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ലൂഡോ ഒക്കെ കളിച്ച് തിരിച്ച് ആരിസ് പ്ലസിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ഒതുക്കിയിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴിയാ പോണാ ഗൈസ്. അങ്ങനെ ഫ്രണ്ട് ഗേറ്റ് വഴി പോകും, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഫസ്റ്റ് പാർക്കിങ്ങിൻ്റെ അവിടെയുള്ള ഗേറ്റ് വഴി കയറാമെന്ന് വിചാരിച്ചു. അതാണ് ഏറ്റവും നല്ലത്. ടിക്കറ്റ് കിട്ടിയാ? ഓ കുഴപ്പമില്ല, സീറ്റ് അത്യാവശ്യം നല്ല സീറ്റ് തന്നെ എടുത്തത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങാം. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം പറയാം. പള്ളിച്ചട്ടമ്പിയാണ്, ഇതിന് പ്രത്യേകിച്ച് റിവ്യൂ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തതാണ്, എൻ്റെ ചാനലുണ്ട്. അപ്പോൾ ശരി ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ മണി 10 15 മിനിറ്റ് കൂടി ഉണ്ട്. എന്തായാലും 15 മിനിറ്റ് നേരത്തെയാണ് വന്നത്. ആളെ കയറ്റി വിട്ടെന്ന് തോന്നുന്നു. നമ്മൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:30 ഇനിയിപ്പം എന്ത് പരിപാടി നല്ലൊരു ചോദിച്ചിട്ട് വേണം നോക്കാൻ. ചിലപ്പം എല്ലാം കഴിക്കാൻ പോയില്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്.
എന്തായാലും നോക്കാം. നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് വന്നത്, കുമാർ കഫേയിൽ കാരമനയുള്ള. അപ്പോൾ എന്തായാലും സോറി, കാരമനല്ല, കിള്ളിപ്പാലത്തുള്ളത്. എനിക്ക് നല്ല ഉറക്കം വരണം, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അവൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ അവനും ഓക്കെ എന്ന് പറഞ്ഞു, എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഗൈസ് അങ്ങനെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം വെയിറ്ററിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വരുമായിരിക്കും ഇപ്പം, നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോഴും. അത്യാവശ്യമല്ല, നല്ല തിരക്കുണ്ട് ഗൈസ് ഇവിടെ. ഇവിടെ എപ്പോഴും വെളുക്കും വരെ നല്ല തിരക്കാണ്, ഒരിക്കലും ഇതില്ല. അപ്പം വെയിറ്ററിന് ഇപ്പം വരുമോ ഇല്ലെന്ന് നോക്കാം. കുറച്ച് നേരം നമ്മൾ വന്നിട്ട് ഇപ്പോഴും ആരും വന്നില്ല, വീട്ടിലാരും വന്നില്ല. എന്തായാലും നോക്കാം. ഗ്ലാസ് കൊണ്ടുവച്ചേട്ടാ, അതൊക്കെ പെട്ടെന്ന്. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇതൊന്ന് കഴിക്കണം, ഇത് നേരെ വീട്ടിൽ പോയി കിടന്ന് ഒന്ന് ഉറങ്ങണം. നല്ല ടയേർഡാണ്. ഒന്നാമത് റൂഫിൻ്റെ വർക്കും കൂടിയായിരുന്നു, അതുകൊണ്ട് കയ്യിലെ വേദനയുണ്ട്. ഞാൻ പറഞ്ഞ വോയിസ് അത്രമാത്രം കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെയാണ്, ഇവിടെ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണ് വീഡിയോ വന്നത്, മയക്കുമില്ല. അപ്പോൾ കഴിച്ചിട്ട് വരാൻ കഴിച്ചു. ഗൈസ് അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഇവിടെ വണ്ടീൻ്റെ അവിടെ നിൽക്കാം. ശരി തന്നെ, അവിടെ നിൽപ്പുണ്ട്. കുറച്ച് കറങ്ങി വേണം പോവാൻ. ഞാൻ ഇപ്പുറത്ത് ഫുട്പാത്ത് വഴിയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും എന്തൊക്കെ മാറ്റണമെന്നും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വ്ളോഗ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേനെ ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് നാളെ ഇനി എഴുന്നേറ്റ് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ബൈ ഗൈസ്.